ഏഷ്യാകപ്പിന്റെ ഫൈനലിൽ നാളെ പാകിസ്ഥാനെ നേരിടാനായി ഇറങ്ങുകയാണ് ടീം ഇന്ത്യ. കളിച്ച എല്ലാ മത്സരങ്ങളിലും ജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ പാകിസ്ഥാനെ നേരിടാനായി എത്തുന്നത്. 6 മത്സരങ്ങളിലും ടീം ഇന്ത്യ വിജയിച്ചിരുന്നു. സൂപ്പർ 4ലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയെ അവസാന സൂപ്പർ ഓവറിൽ മറികടന്നുകൊണ്ടാണ് ടീം ഇന്ത്യ വിജയം സ്വന്തമാക്കിയത്. ടൂർണമെന്റിൽ ഇതുവരെ ടീം ഇന്ത്യയുടെ ഏറ്റവും കടുപ്പമേറിയ വിജയം കൂടിയായിരുന്നു ശ്രീലങ്കയ്ക്കെതിരായത്. ഗ്രൂപ്പ് ഘട്ടങ്ങളിലും സൂപ്പർ 4ലും പാകിസ്ഥാനെ തോൽപ്പിക്കാനായി ഇന്ത്യക്ക് സാധിച്ചിരുന്നു. മറുവശത്ത് പാകിസ്ഥാനാണ് സമ്മർദ്ദം മുഴുവൻ. ഇന്ത്യയോടേറ്റ 2 തോൽവികൾക്ക് ഫൈനലിൽ പകരം വീട്ടാൻ തന്നെയാണ് പാകിസ്ഥാൻ ശ്രമിക്കുക. നാളെ പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ 2 മാറ്റം വരുത്തുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പേസർ ജസ്പ്രീത് ബുംറ, ഓൾറൗണ്ടർ ശിവം ദുബെ എന്നിവർ ടീമിലേക്ക് തിരിച്ചെത്തും. ഹർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ എന്നിവർ ടീമിന് പുറത്താകുമെന്നാണ് ഏറ്റവും പുതിയ പ്ലേയിങ് 11 അപ്ഡേറ്റുകളിൽ പറയുന്നത്. ഓപ്പണിംഗ് സ്ഥാനത്തിൽ ഒരു മാറ്റവും ടീം ഇന്ത്യ വരുത്തുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ മിഡിൽ ഓർഡറിൽ സഞ്ജു സാംസൺ 5ാം നമ്പർ ബാറ്റിംഗ് പൊസിഷനിൽ തന്നെയായിരിക്കും കളിക്കുക. 3ാമൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് ഏഷ്യാകപ്പിൽ ഇതുവരെ ഫോമിലേക്ക് എത്താനായി സാധിച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും സഞ്ജു സാംസണെ 3ാം നമ്പറിലേക്ക് ടീം ഇന്ത്യ പരീക്ഷിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾക്ക് അടിസ്ഥാനമായി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 4ാമനായി തിലക് വർമ്മ തുടരുമ്പോൾ മധ്യനിരയിൽ സഞ്ജുവിന്റെയും തിലക് വർമ്മയുടെയും കോൺട്രിബ്യൂഷൻ ടീമിനെ സംബന്ധിച്ച് ഇതുവരെയും പല നിർണായക മത്സരങ്ങളിലും വഴിത്തിരിവായി മാറിയിരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ അവസാന മത്സരത്തിലും സഞ്ജുവിന്റെയും തിലക് വർമ്മയുടെയും കോൺട്രിബ്യൂഷൻ ഇന്ന് ടീമിന്റെ വിജയത്തിൽ ഏറെ നിർണായകമായി മാറിയിരുന്നു. 6ാമനായി ക്രീസിലെത്തുന്ന ഹർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് പരിക്ക് സാരമുള്ളതല്ല എന്നും ഫൈനലിൽ അദ്ദേഹം ടീം ഇന്ത്യക്ക് വേണ്ടി കളിക്കുമെന്നും റിപ്പോർട്ടുകളിൽ കാണുന്നു. സാഹചര്യത്തിനനുസരിച്ച് ബാറ്റിംഗിന്റെ പൊസിഷൻ മാറാനുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പ്ലേയിങ് 11ൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും യാഥാർത്ഥ്യത്തിൽ ഈ 2 മാറ്റങ്ങളാണ് ടീം ഇന്ത്യയുടെ പ്ലേയിങ് 11 അപ്ഡേറ്റുകളിൽ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.